ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ മയോണൈസിലെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ബുൾസൈ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ പല രീതിയിലും മയോണൈസ് ഉണ്ടാക്കാറുണ്ട്, പാൽ വെച്ചിട്ടും പുഴുങ്ങിയ മുട്ട വെച്ചിട്ടൊക്കെ. ഇപ്പം ഇതാ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണ് ബുൾസൈ ആക്കിയിട്ട് അത് മയോണൈസ് ആക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ സാധാ ബുൾസൈ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ 2 മുട്ട കൊണ്ടാണ് ഈ മയോണൈസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിതിങ്ങനെ ഡ്രൈ ആയി പോകില്ല, ചിലപ്പം നമ്മൾ ബുൾസൈൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയി പോകരുത് കേട്ടോ. പിന്നെ അധികം കുക്കായിട്ടും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുന്നുണ്ട്. ബുൾസൈ ഉണ്ടാക്കുന്ന ഓയിൽ ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഉണ്ടാക്കിയിട്ടെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ ഒരു മയോണൈസിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ ഇതാ ബുൾസൈ നന്നായിട്ട് ആയിട്ടുണ്ട്. അധികം ഡ്രൈ ആയി പോകരുത്. ഇതേപോലെ വെന്ത് കിട്ടണം. ആ ഒരു മഞ്ഞക്കരുവൊന്നും അധികം കുക്കായി പോകരുത്. ഇതാ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതാ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബുൾസൈ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ബുൾസൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അധികം ഉണങ്ങി പോകരുത്, അധികം കുക്കായി പോകരുത്. ഇനി ഇതാ നമുക്ക് അതിലേക്ക് നമ്മൾ സാധാ മയോണൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വെളുത്തുള്ളി 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. പുളിപ്പിനാവശ്യമായിട്ട് ഇതാ വിനാഗിരിയാണ് എടുക്കുന്നത്. നമ്മൾ ആ വിനാഗിരിൻ്റെ മൂടിയിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒലീവ് ഓയിലിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. അപ്പം ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് മാത്രമേ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മുട്ട പുഴുങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ പച്ച മുട്ടൊന്നും ഇപ്പോൾ അധികം വരും കഴിക്കുന്നില്ല. നമുക്ക് ഇൻഫെക്ഷൻ ആകുന്നുണ്ട്, പോയ്സൺ ആകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പച്ച മുട്ടയിലൊന്നും ഇപ്പോൾ മയോണൈസ് ഉണ്ടാക്കാറില്ല. അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.